ശബരിമല തീർത്ഥാടന കാലത്ത് കാണാതായ 9 അയ്യപ്പ ഭക്തരിൽ ഒരാളെ പോലീസ് കണ്ടെത്തി. ചെന്നൈ സ്വദേശി കരുണാനിധിയെ കൊല്ലത്ത് അഗതി മന്ദിരത്തിലാണ് പമ്പ പോലീസ് കണ്ടെത്തിയത്. ബന്ധുക്കൾ എത്തിയാലുടൻ അവർക്കൊപ്പം കരുണാനിധിയെ മടക്കി അയക്കാനാണ് പോലീസിന്റെ തീരുമാനം. തീർത്ഥയാത്രയ്ക്കിടെ കാണാതായവരെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കവെയാണ് 72-കാരനെ കുറിച്ച് പോലീസിന് വിവരം ലഭ്യമാവുന്നത്. ചെന്നൈ സ്വദേശി കരുണാനിധി എന്ന് സംശയിക്കുന്ന ആൾ ചവറയിൽ സ്വാന്തനം എന്ന വയോജന കേന്ദ്രത്തിലുണ്ടെന്നായിരുന്നു വിവരം. തുടർന്ന് പമ്പ പോലീസ് അവിടെ എത്തി. കരുണാനിധി തന്നെയാണെന്ന് ഉറപ്പിച്ചു. സംസാരത്തിന് വൈകല്യം നേരിടുന്ന ആളാണ് കരുണാനിധി. നാട്ടിൽ നിന്നും മറ്റ് 30ഓളം പേർക്കൊപ്പമാണ് എത്തിയത്. ഈ മാസം ആദ്യമായിരുന്നു യാത്ര. നിലയ്ക്കലിലെത്തിയതോടെ കൂട്ടം തെറ്റി. സ്വന്തമായി മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ നമ്പർ അറിയുമായിരുന്നുമില്ല. കൂട്ടം തെറ്റിയതോടെ ആശങ്കയിലായ കരുണാനിധി വണ്ടി കയറി ചെങ്ങന്നൂരിലെത്തി. അവിടെ നിന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും. ഇവിടെ വെച്ച് പൊതുപ്രവർത്തകനായ ഒരുവൻ കരുണാനിധിയെ കാണുകയും സ്വാന്തന നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ അവിടെ എത്തിക്കുകയുമാണ് ഉണ്ടായത്. അതേസമയം നിലയ്ക്കലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അജ്ഞാതനെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ 3 ആഴ്ചയ്ക്ക് ശേഷവും വിജയിച്ചിട്ടില്ല. സംസ്കരിക്കപ്പെട്ട മൃതശരീരം പുറത്തെടുത്ത് DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ശേഷം പൊതുശ്മശാനത്തിലാണ് മറവ് ചെയ്തത്. കഴിഞ്ഞ മാസം മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളുടെ മൃതശരീരം മഞ്ഞത്തോട് സ്വദേശി രാമന്റേതാണെന്ന് ബന്ധുക്കൾ പറഞ്ഞ പ്രകാരം വിട്ടു നൽകുകയായിരുന്നു. എന്നാൽ 5-ാം നാൾ മരിച്ചെന്ന് കരുതിയ രാമൻ തിരിച്ചെത്തിയതോടെ മറവ് ചെയ്തത് ആരുടെ മൃതശരീരമാണെന്നതിൽ സംശയങ്ങൾ ഉയർന്നു. തുടർന്നാണ് വനമേഖലയിൽ മറവ് ചെയ്ത ശരീരം പുറത്തെടുത്ത് DNA-ക്കായി സാമ്പിളുകൾ ശേഖരിച്ചത്. ഇതിനിടെ കാണാതായ മറ്റ് 8 പേരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടി പോലീസ് അഭയകേന്ദ്രങ്ങളെയും ബന്ധപ്പെടും. ചിത്രങ്ങൾ സഹിതമുള്ള ആശയവിനിമയത്തിലൂടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമെന്നാണ് കരുതുന്നത്. പമ്പ, നിലയ്ക്കൽ, സന്നിധാന മേഖലകളിൽ വെച്ച് കാണാതായവരിൽ ഒരാൾ ഒഴികെയുള്ളവർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.